ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അതായത് ആകെ മൊത്തം പണി കിട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ 3 കണ്ടസ്റ്റൻസിന്. ആർക്കൊക്കെ എന്നല്ലേ? അതായത് നമ്മുടെ ബിൻസിക്ക്, ശൈത്യയ്ക്ക്, ജിസലിന്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അക്ബറിൻ്റെ അടുത്ത് ഒരു പവർ കൊടുത്തിട്ട് ബിഗ് ബോസ് പറയാണ് ഒരാളെ സേവ് ചെയ്യാം, പുറത്ത് നിൽക്കുന്ന ഒരാളെ അകത്ത് കയറ്റാം, ഒരാളെ അകത്ത് നിന്ന് പുറത്തേക്ക് മാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിൻസിയും ജിസലും അല്ലെങ്കിൽ ശൈത്യം എക്സ്പെക്ട് ചെയ്യുന്നത് അവരിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യുമെന്നാണ്. കാരണം അപ്പാനിയും നമ്മുടെ അക്ബറും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എന്താണ്? ഷാനവാസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. ഷാനവാസിനെ ഇവരുടെ അടുത്ത് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഷാനവാസിനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പ്ലാനിങ് എല്ലാം. അപ്പോൾ അപ്പാനിക്കും അങ്ങനത്തെ പ്ലാൻ ഉണ്ട്. പക്ഷേ അക്ബറിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. അതായത് ഈ ഷാനവാസിനെ പുറത്താക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അക്ബറും ഷാനവാസും നേരത്തെ അറിയാവുന്നവരാണ്. ഇത് സാബു അവിടെ കിച്ചൺ ഏരിയയിൽ നിന്ന് പറയുന്നുണ്ട്, അവർ അക്കുവും മിക്കും ഒക്കെയാണ് പുറത്തുനിന്ന്. അതായത് നേരത്തെ അറിയാവുന്നവരാണ്, പക്ഷെ അറിയാത്തവരായിട്ട് അവരവിടെ നിൽക്കുന്നതാണ്. ഇവിടെ ഷാനവാസും അതുപോലെ നമ്മുടെ അക്ബറും ഓപ്പോസിറ്റ് നിന്ന് ഗെയിം കളിക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇന്നത്തെ ഈ സംഭവത്തോടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഷാനവാസിനെയാണ് അക്ബർ സേവ് ചെയ്തത്. ആത്മാർത്ഥമായിട്ട് ഷാനവാസിനെ പുറത്താക്കണമെന്ന് അക്ബറിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ഷാനവാസിനെ അകത്തേക്ക് കയറ്റില്ല. കാരണം ഷാനവാസ് ഇന്ന് കട്ടിലിൽ കിടന്നേ പറ്റൂ എന്ന് 3 മറ്റ് വുമൺ കണ്ടസ്റ്റൻസ് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇതുവരെ ഷാനവാസ് കട്ടിലിൽ കിടന്നില്ല, ഷാനവാസ് തറയിൽ മാത്രമാണ് കിടക്കുന്നത്. ഈ 3 സ്ത്രീ മത്സരാർത്ഥികൾ, അത് ബിൻസിയും ശൈത്യയും നമ്മുടെ ജിസലും ഒക്കെ മാറി മാറി കട്ടിലിൽ കിടക്കുകയാണ്. ഷാനവാസ് കിടക്കുന്നേയില്ല. ഇന്ന് എന്തായാലും കിടന്നേ പറ്റുള്ളൂ, ഞങ്ങൾ എന്തായാലും കിടക്കില്ല എന്ന് ഇവർ 3 പേരും തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർക്കൊപ്പം ബിന്നിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ബിന്നിയും അതുപോലെ അപ്പാനിയും ഒക്കെ ആയിട്ട് കണക്ഷനും ഉണ്ട്. അപ്പോൾ ഈ 3 കണ്ടസ്റ്റൻസും കൂടെ ഇന്ന് ഷാനവാസിനെ കട്ടിലിൽ കിടത്തിയിട്ട് പുറത്താക്കാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മറ്റേ ഡെസ്റ്റിനി കോയിൻ വഴി നമ്മുടെ അക്ബറിന് കിട്ടുന്നത്. അപ്പോൾ അക്ബർ ആത്മാർത്ഥമായിട്ട് ഷാനവാസിനെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ചാൻസ് എടുക്കണമല്ലോ. വെള്ളിയാഴ്ച വരെ സമയമുണ്ട്, അതിനുള്ളിൽ ഇന്നും അവസരമുണ്ടല്ലോ, ആ അവസരം കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ പിന്നെ ഷാനവാസിനെ എന്തിനാണ് അകത്ത് കയറ്റുന്നത്? പകരം വേറൊരു വുമൺ കണ്ടസ്റ്റന്റിനെ അകത്ത് കയറ്റുക, അതിനുശേഷം വേറൊരാളെ പുറത്തേക്ക് ആക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇവരുടെ ഗ്രാങ്ങിലുള്ള അല്ലെങ്കിൽ ഷാനവാസിനെ പുറത്താക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരിൽ ഒരാൾ കൂടെ പുറത്തു പോയാൽ മതി. അവിടെ ചെന്നിട്ട് അവർക്ക് ഒന്നിച്ച് ഷാനവാസിനെ പുറത്താക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നിട്ടും ഷാനവാസിനെ അകത്ത് കയറ്റിയിട്ട് നമ്മുടെ മുൻഷിയെ വെളിയിൽ ഇറക്കാനായിട്ടുള്ള ഒരു ഡിസിഷനാണ് അക്ബർ എടുത്തത്. ഇതോടുകൂടി അക്ബറിന്റെ പ്ലാന് അവിടെ പൊളിഞ്ഞു. ഇത് അക്ബറിന്റെ ഒരു റോങ് മൂവാണ്. കാരണം ഈ ഒരു സംഭവത്തോടു കൂടി നേരത്തെ ചിലർക്കുണ്ടായിരുന്ന സംശയമുണ്ടല്ലോ, ഇവർ പുറത്തു നിന്നേ പരിചയക്കാരാണ്, ഇവിടെ ഓപ്പോസിറ്റ് ഗെയിം കളിക്കുകയാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നവര്, അക്കുവും മിക്കുവും ഒക്കെ ആണെന്ന് സംശയിച്ചിരുന്നവർക്ക് ഉറപ്പായി. എന്തുകൊണ്ടെന്നാൽ ശത്രുക്കളാണെങ്കിൽ എന്തിനാണ് സേവ് ചെയ്യേണ്ട കാര്യം? ഒരിക്കലും സേവ് ചെയ്യില്ല. അപ്പൊ ഇത് ശരിക്കും അക്ബറിന്റെ ഗെയിമിനെ ഇനി അങ്ങോട്ട് ബാധിക്കും. ഇന്ന് ബിൻസിയും ശാരികയും മറ്റ് സ്ത്രീ മത്സരാർത്ഥികളും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. ആ അക്ബർ നമ്മളെടുത്ത് പറയാണ്, അത് ഷാനവാസ് ഇന്നലെ രാവിലെ ശൈത്യയെ എടുത്തോണ്ട് പോകാനായിട്ട് നോക്കിയ സമയത്ത് കണ്ണ് തുറന്ന് കിടക്കുകയായിരുന്നു, മനഃപൂർവ്വം എന്നിട്ട് ശൈത്യയെ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അയാൾ എന്തായാലും കട്ടിലിൽ കിടന്നാലും നമുക്ക് എടുക്കാനൊന്നും പറ്റൂല, അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അയാൾ അങ്ങ് അകത്താക്കിയതെന്ന്. അയാൾ ഇവിടെ അകത്ത് വേണം, അകത്ത് വിട്ട് നമുക്ക് ഗെയിം കളിക്കാം എന്ന് പറഞ്ഞു എന്ന്. എന്നിട്ട് ബിൻസേനെ പറയുന്നുണ്ട്, ഓ പിന്നെ അയാൾ പറയണ ഞാനങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ, ഇവരെല്ലാം തമ്മിലുള്ള ഗ്രൂപ്പ് കളി ഒത്തുകളിയാണെന്ന് ഇന്നത്തോടെ തന്നെ മനസ്സിലായി, ഇത് ലാലേട്ടം വന്നിട്ട് പൊളിച്ചു കൊടുക്കും എന്ന് ശാരികയും പറയുന്നുണ്ട്. അതായത് ഷാനവാസും നമ്മുടെ ഈ അക്ബറും ഒക്കെ ഉള്ള എല്ലാവരും ഒരു ഗ്രൂപ്പാണെന്നും ഒരു ഗ്യാങ് ആണെന്നും അവർ ഒത്തുകളിയാണെന്നും ഉള്ള ഒരു സംശയത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് വിമൻ കണ്ടസ്റ്റൻസ്. അവരങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് ന്യായമായും കാണുന്ന നമുക്കും സംശയമുണ്ട്. സത്യത്തിൽ ഷാനവാസും അക്ബറും അപ്പാനിയും ഒക്കെ അടിപൊളി പ്ലേയേഴ്സ് ഒക്കെയാണ്. പക്ഷേ ഇവരെല്ലാം തമ്മിലൊരു അന്തർധാര സജീവമായിട്ട് അവിടെ ഉണ്ട്. അത് ചിലപ്പോൾ ലാലേട്ടൻ പൊളിച്ചു കൊടുക്കാനുള്ള സാധ്യതയും ഇതോടെ കൂടിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.